السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം കാര്യങ്ങളിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോരോ മെസ്സേജുകളും നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടെ കാണുകയും അത് കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സർവശക്തനായ അല്ലാഹു നന്മ പറയാനും പ്രചരിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പല വീഡിയോകളിലും പറയുന്നത് പോലെ അയ്യായ ജമലുൽ ലൈലി ദർസ്, 100 ചില്ലാൻ വിദ്യാർത്ഥികൾ പല നാടുകളിൽ നിന്നും ഇൽമെന്ന് പറയുന്ന പ്രകാശത്തിലേക്ക് ഈയാം പാറ്റകൾ തീയിലേക്ക് വരും പോലെ അയ്യായിലേക്ക് കടന്നു വന്ന മക്കൾ, അവരുടെ വലിയൊരു സംരംഭമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പഴയ കാലങ്ങളിലൊക്കെ ഉസ്താദുമാർ വഅള് പറഞ്ഞിരുന്നത് കള്ളും കഞ്ചാവുമായിരുന്നു. അതെല്ലാം മാറി ഒരു പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആസ്വാദനമാണ്, സന്തോഷമാണ് അവർക്കൊക്കെ വേണ്ടത്. ഏതൊരു മനുഷ്യനും ഫിക്കറാകുന്നത്, ടെൻഷനാകുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. ഇന്ന് സന്തോഷത്തിൻ്റെ ഹോർമോൺ, സന്തോഷത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർ, മറ്റുള്ള ചിന്തകൾ മരിക്കാനും സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ജീവിക്കാനും വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകൾ വരെയുണ്ട്. സ്വന്തം മക്കൾ ബാപ്പയോട് സംസാരിക്കുമ്പോൾ സ്വന്തം ഭാര്യ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ആ സംസാരം തന്നെ ഗഫലത്തിലായി അശ്രദ്ധരായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചുറ്റുപാടുകൾ, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നെല്ലാവർക്കും വേണ്ടത് സന്തോഷത്തിൻ്റെ ഹോർമോണാണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ, അത് സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ് ഹോർമോണാണ്. ഈ ഹോർമോണുകളെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. പക്ഷേ ആ ഹോർമോൺ അധികമായി കിട്ടുന്നത് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഈ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ. ലഹരി കഴിച്ചാൽ ആ ഹോർമോൺ കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തും. വീണ്ടും അത് കിട്ടാനുള്ള ഒരു ജിജ്ഞാസ വരും. വീണ്ടും അത് കിട്ടാനുള്ള ജിജ്ഞാസയിലൂടെ അതിൻ്റെ അഡിക്റ്റായിട്ട് മാറിപ്പോകുന്നൊരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏവർക്കും സന്തോഷമാണ് വേണ്ടത്. ആ സന്തോഷത്തിൻ്റെ വഴികളാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ വഅള് പറയുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പാടിയിരുന്നൊരു പാട്ടുണ്ട്. കള്ളൊരു ചേരപ്പാമ്പാണെങ്കിൽ ചാരായും തനിക്കരിമൂർക്കൻ, ബ്രാണ്ടി ഭയങ്കര ബമ്പാല, ബീറൊരു പഴകിയ നീർക്കോലി. കള്ളും കഞ്ചാവും ബീറിനെ കുറിച്ച് നമ്മളൊരു കാലത്ത് വഅള് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന്
ജനറേഷൻ മാറിപ്പോയി, ഇന്ന് അവസ്ഥകൾ മാറിപ്പോയി. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പുതിയ സംവിധാനം. ആ സംവിധാനത്തിൽ എല്ലാ ദിവസങ്ങളും അപ്ഡേഷൻ ചെയ്യുന്ന ന്യൂസുകൾ നമ്മളൊക്കെ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ്. ഈയിടത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ അവർ പറഞ്ഞു, ഒരു മിഠായി കമ്പനി, ആ മിഠായി കമ്പനിയുടെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ കാണാൻ കഴിയുന്നത് ചെറിയ മക്കളിലേക്ക് അതിൻ്റെ വിത്തുപാകാൻ, അതിൻ്റെ സന്ദേശമറിയിക്കാൻ, അതിൻ്റെ സുഖമനുഭവിക്കാൻ ആ മിഠായി കമ്പനികളിൽ പോലും ലഹരി ഉപയോഗിക്കുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, MDMA, LSD, SR, സിന്തറ്റിക്, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, സ്റ്റാമ്പ്, കെറ്റാമിൻ, കഞ്ചാവ്, ടുബാക്കോ പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇതൊന്നും ബദരീങ്ങളെ പേരല്ല, ഇതെല്ലാം ലഹരി പദാർത്ഥങ്ങളുടെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞ SR ഉണ്ട്. അതെന്താ സാധനം എൻ്റെ പ്രിയപ്പെട്ടവരെ? പഞ്ചർ അടക്കുന്ന പശ ശീലയിൽ വെച്ചുകൊണ്ട് മൂക്കിൽ വലിച്ചിട്ട് അതിൽ സുഖമുള്ള ആളുകൾ. നഊദു ബില്ലാഹ്, ഇത് വലിയ അപകടമല്ലേ? നമുക്ക് പഴയ കാലത്ത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറഞ്ഞ് നരകത്തിന്റെ അദാബ് പറയുമ്പോൾ, ഖബറിന്റെ അദാബ് പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന പ്രായമുള്ളവർ പൊട്ടിക്കരയുന്നു. വെള്ളിയാഴ്ച ജുമാക്ക് ഇന്ന് ഞാനിങ്ങനെ വഅദ് പറയുമ്പോൾ ആളുകൾ കരയുന്നുണ്ടാകും. പക്ഷേ ഇത് കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല. ഇത് കേൾക്കേണ്ട കുറച്ച് ആളുകളുണ്ട്, അവരിത് കേൾക്കുന്നില്ല. എന്നാൽ ഒരു കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ കള്ളു കുടിച്ചാൽ, മൻ ശരിബൽ ഖംറ നസഅല്ലാഹു, ഒരാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരിക്കളയുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ഈമാൻ ഊരിക്കളയുകയാണ്. കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു, അവന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ എപ്രകാരമാണോ ഊരിക്കളയുന്നത്, അപ്രകാരം അവന്റെ ഈമാനെ ഊരിക്കളയുമെന്ന് പഠിപ്പിക്കുന്നത് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കായി വഅള്? ഈമാനുള്ളവന്റെ ഖൽബിൽ അവന്റെ ഒരു മനസ്സുമാറ്റം ഉണ്ടാവണമെങ്കിൽ അവൻ കേൾക്കണം. ഈ പ്രഭാഷണം കേൾക്കണം. ജുമാഅക്ക് ഉസ്താദ് പറയുമ്പോ പ്രഗൽഭരായ സയ്യിദന്മാർ അതിനുള്ള സന്ദേശം നൽകി പള്ളിയിൽ വെള്ളിയാഴ്ച പള്ളിയിലെ മിഹ്റാബിൽ പ്രസംഗിക്കാൻ വേണ്ടി ആലിമീങ്ങൾ സാദാത്തുകൾ സന്ദേശം നൽകുമ്പോൾ അത് കേൾക്കാൻ നമ്മളെ കിട്ടുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഒരു സമയത്ത് ലഹരി മുക്ത ക്യാമ്പിന്റെ ഭാഗമായി ഒരാളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോവുക. അയാൾ വലിയ കള്ളുകുടിയനാ, എപ്പോഴും കള്ളു കുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആ മനുഷ്യരെ തിരക്കി. ആ മനുഷ്യൻ എവിടെ എന്ന് ചോദിച്ചു. വീട്ടുകാർ പറഞ്ഞു അയാൾ കള്ളു കുടിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചന്റെ ശേഷം വീണ്ടും പോവുകയാണ്. അപ്പോഴും പറഞ്ഞു അയാൾ പുറത്തു പോയിട്ടുണ്ട്, കുടിക്കാൻ പോയിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ചോദിച്ചു നല്ല സമയം എപ്പോഴാണ്? അതൊരു നട്ടുച്ചക്ക് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ നട്ടുച്ച സമയത്ത് അയാളെ വീട്ടിൽ പോയി. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ ഞങ്ങളെ മുമ്പിൽ ഇരിക്കുന്നു.
ഞങ്ങളിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളും ആയത്തുകളും അതിനുള്ള ശരീരത്തിൻ്റെ അപകടങ്ങളും അയാളോട് ഇങ്ങനെ പറയുകയാണ്. അയാൾ പെട്ടെന്ന് ഇരിക്കുന്ന കസാലയിൽ നിന്ന് പൊങ്ങി. ഞങ്ങളാകെ പേടിച്ചു. ഞങ്ങൾ അടിച്ചാട്ടാനാണോ എന്ന് പേടിച്ചു. അയാൾ എണീറ്റിട്ട് രണ്ട് കണ്ണുമങ്ങ് നിറഞ്ഞ് ഞങ്ങളങ്ങ് കൂട്ടിയങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, ഇതുവരെ എന്നോട് ഇതുപോലൊരു ഉപദേശം ഒരാളും നടത്തിയിട്ടില്ല. അയാളെ കണ്ണിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. എന്നെ കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒഴിവാക്കി, മക്കൾ എന്നെ കളിയാക്കി, കുടുംബം എന്നെ ആ രൂപത്തിൽ കണ്ടു. മോനെ, ഇനി ഞാൻ എന്തു ചെയ്യണം? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം കുടിക്കുന്ന സമയത്ത് കിടക്കുന്ന ബെഡിൽ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കടിച്ചു പൊട്ടിക്കുകയാണ്. ഒരുപാട് മാനസിക വിഭ്രാന്തികൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ പല ആലിമീങ്ങളും വന്നിട്ട് അയാളെ ഉപദേശിക്കുന്നു. അവസാനം അയാളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അയാൾ അവസാനമായിട്ട് നന്നാവുകയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഒരു കള്ളുകുടിയനാണ്, കഞ്ചാവാണ് എന്ന് പറഞ്ഞ് ഒരാളെയും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അവരെ നമ്മൾ വിളിച്ചിട്ട് 4 ആള് കൂടുന്നതിൻ്റെ ഇടയിലല്ല അയാൾ ഉപദേശിക്കേണ്ടത്. അയാളെ സ്വകാര്യമായിട്ടൊന്ന് വിളിച്ചു വരുത്തിയിട്ട് കാര്യം ധരിപ്പിച്ചാൽ അയാൾക്കൊരു മാറാനുള്ള മനസ്സുണ്ടാകും, ഉറപ്പാ. കള്ളുകുടിയന്മാർ, കഞ്ചാവിൻ്റെ അഡിക്റ്റായവർ, ഞാൻ പറഞ്ഞ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റായവർ, അത് മോശക്കാരനായിട്ട് നമ്മൾ അവരെ മാറ്റി നിർത്താൻ പാടില്ല. വീട്ടിലത്തെ സാഹചര്യങ്ങളാവാം, അദ്ദേഹത്തിൻ്റെ ടെൻഷനുകളാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം. ഇങ്ങനെ മാനസികമായി ടെൻഷനായപ്പോ ഒന്ന് കുടിച്ചു നോക്കിയതാ. രണ്ടാമത് അതിന് താല്പര്യം വന്നു, മൂന്നാമതിന് താല്പര്യം വന്നു. അവരെവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് പരിശോധിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി മരുന്ന് കൊടുത്ത് അവരുടെ ശരീരം ശുദ്ധമാക്കി അവരെ നല്ല രൂപത്തിൽ കൊണ്ടുവരുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലാക്കി നമ്മളെ മക്കളെ മാറ്റണം. ഞാൻ വലിയ അദാബുകൾ വിശദീകരിക്കുന്നില്ല. ഏതെങ്കിലും ഇതിൻ്റെ അഡിക്റ്റായി ജീവിക്കുന്നവർ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ, വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ശരിയാവണം. നിങ്ങൾക്ക് ശരിയാകാൻ കഴിയും. ഞാൻ കള്ളു കുടിച്ച് ഞാൻ ഇതുപോലെ ജീവിക്കട്ടെ എന്നല്ല. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് മടങ്ങാൻ എൻ്റെ ചെറുപ്പക്കാരാ നമ്മൾ തയ്യാറാവണം. ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ബിശ്ർ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ കള്ളു കുടിച്ച് നടന്നു പോവുകയാണ്. കുടിയൻ മാത്രമല്ല, ഒരുപാട് ഷോപ്പുകളുടെ മുതലാളിയാ, കള്ളിൻ്റെ ഷോപ്പുകളുടെ മുതലാളിയാ. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൻ്റെ കാലിലതാ ഒരു കടലാസ് പതിക്കുന്നു. ആ കടലാസ് എടുത്തു നോക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതങ്ങ് ബഹുമാനിക്കുകയാണ്, ആ ബിസ്മിയെ സ്നേഹിക്കുകയാണ്. ആ ബിസ്മി സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലാഹു അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു, വലിയ സ്ഥാനം കൊടുക്കുകയാണ്, വലിയ തൗഫീഖ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒരൊറ്റ നിമിഷം മതി. അല്ലാഹുവിലേക്കൊന്ന് തൗബ ചെയ്തിട്ട് പടച്ച റബ്ബിലേക്കൊന്ന് പൊട്ടിക്കരയാ നമ്മൾ തയ്യാറായാൽ അത് മതി നമ്മൾ രക്ഷപ്പെടാൻ. വളരെ സ്നേഹത്തോടുകൂടെ പറയട്ടെ, നമ്മുടെ ശരീരമാകെ പൊട്ടിയൊലിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഹാർട്ടുകളെല്ലാം അടിച്ചു പോകും. ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകില്ല. നമ്മളെ കൊണ്ട് മക്കള് വഷളാകുന്നു, നമ്മളും വഷളാ
വഷളാകുന്നു. ഇനി കേൾക്കണോ, ഈമാൻ കിട്ടാതെ നമ്മൾ ചത്തങ്ങ് പോവുകയാണ്. ഖബറിൽ സുഖമുണ്ടോ? ഖബറിലും സുഖമില്ല. ആഖിറത്തിൽ രക്ഷയുണ്ടോ? ആഖിറത്തിൽ രക്ഷയില്ല. ഈ സമയത്ത് നമ്മൾ പറയണേ, പാവമാണ് എൻ്റെ കള്ളുകുടിയന്മാർ, കഞ്ചാവിൻ്റെ അഡിക്റ്റായവർ, ലഹരിയുടെ അഡിക്റ്റായവർ, ഏതെങ്കിലും ടെൻഷനിൻ്റെ കാര്യത്താൽ ഏതെങ്കിലും മാനസിക വിഭ്രാന്തിയിൽ ചെയ്തു പോയതാ. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം തിരഞ്ഞെടുക്കണേ. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു സംവിധാനം ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നാകാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊന്ന് ശരിയാകാൻ വേണ്ടിയിട്ടാണ്. ആഖിറത്തിൽ സന്തോഷമില്ല, ദുനിയാവിൽ സന്തോഷമില്ല. നമ്മൾ ചെയ്ത കാരണത്താൽ നമ്മളെ കുടുംബം വഷളാകുന്നു. ഇതെല്ലാം ഇസ്സത്തായി കാണുന്നവരുണ്ട്, ശ്രദ്ധിച്ചോ. അള്ളാന്റെ പൊരുത്തമില്ല. ഒരൊറ്റ നിമിഷം പടച്ച റബ്ബിലേക്ക് തേടിയിട്ട് അതെല്ലാം മാപ്പ് നൽകിയിട്ട് നല്ല മനസ്സോടുകൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ശരിയാവണം, നമ്മളൊന്ന് നന്നാവണം. നമ്മുടെ ശരീരം മോശമാവുകയാണ്. എത്ര പേരുകളാ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നത്, ഇതിൽ നിന്നൊരു സലാമത്തുണ്ടാവണം. എപ്പോഴും ഭാര്യയോട് കച്ചറയാണ്, വീട്ടിൽ കച്ചറയാണ്. ഈയിടത്തൊരു ശിഷ്യനോട് പറയുകയാണ്, ഉസ്താദേ, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി എപ്പോഴും ടെൻഷനിലാണ്. എത്ര പറഞ്ഞിട്ടും ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല, എത്ര പഠിപ്പിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആ കുട്ടിയെ ഞാനൊന്ന് ചോദ്യം ചെയ്തപ്പോ, ആ കുട്ടിയുടെ കഥ ഞാൻ എടുത്തപ്പോ, ആ കുട്ടിയുടെ വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്. ബാപ്പ കള്ളു കുടിച്ചു വന്നിട്ട് ഉമ്മയെ അടിക്കുക, മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബാപ്പ കള്ളു കുടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വീട്ടിൽ ബർക്കത്തുണ്ടാവോ? ആ വീട്ടിൽ ബർക്കത്തുണ്ടാവോ? നയിച്ചത് കാണുന്നില്ല, ജീവിതത്തിൽ ബർക്കത്തില്ല. എപ്പോഴും രോഗങ്ങളാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് മനുഷ്യന് അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം അവനക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നാളെ ആഖിറ ലോകത്ത് വല്ലാതെ ശിക്ഷയാണ്. നിങ്ങൾക്കറിയുമോ, ബർസീസ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. 220 കൊല്ലം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യനായിരുന്നു. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ട മനുഷ്യനാ. അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് എപ്പോഴും പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നൊരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. എപ്പോഴും സുജൂദിലാണ്, ഇബാദത്തിലാണ്, ദിക്റിലാണ്, ദുആയിലാണ്, ഇസ്തിഗ്ഫാറിലാ. അങ്ങനെയുള്ള മനുഷ്യൻ ഇബാദത്തുമായി മുന്നോട്ട് പോകുമ്പോൾ അതാ ഇബ്ലീസ് കടന്നു വരുന്നു. ഇബ്ലീസിന് സഹിക്കാൻ കഴിയുന്നില്ല, ഇബ്ലീസിന് പ്രയാസം വരുന്നു. ഇബ്ലീസ് ബർസീസയോട് പറയുന്നു, ബർസീസ, എനിക്കൊരിടം തരുമോ ഇബാദത്ത് ചെയ്യാൻ? അതാ സ്ഥലം കൊടുക്കുകയാണ്. തലപ്പാവണിഞ്ഞ് മൗലിയെ പോലെ ഇബ്ലീസ് ഇബാദത്തിൽ ഒരുങ്ങുകയാണ്. ഇബ്ലീസിന് ഭക്ഷണമില്ല. ബർസീസ ഭക്ഷണത്തിന് പോകുമ്പോ ഇബ്ലീസ് ഇബാദത്തിലാണ്. മലമൂത്ര വിസർജനമില്ല, അതുപോലെ കർമ്മങ്ങളില്ല. ഇബ്ലീസ് എപ്പോഴും ഇബാദത്തിലാ. ബർസീസ ചോദിക്കുന്നു, എങ്ങനെയാ നിങ്ങൾക്ക് ഇതുപോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്? എല്ലാ സമയത്തും ഇബാദത്താണല്ലോ, ഉറക്കില്ലാതെ, അതുപോലെ പ്രയാസങ്ങളില്ലാതെ, ടെൻഷനുകളില്ലാതെ നിങ്ങളുടെ ഇബാദത്തിലാണ്. പടച്ച റബ്ബിനോട് അങ്ങനെ ശുക്ർ ചെയ്യാൻ എനിക്കെന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നു, നീ ഒരു തെറ്റ് ചെയ്താൽ മതി. നോക്കണങ്ങൾ, ഒരു തെറ്റ് ചെയ്താൽ മതി. ഇബ്ലീസ് പല രൂപത്തിൽ വരും. ഒരു തെറ്റ് ചെയ്താൽ മതി. ആ സമയത്ത് ബർസീസ പറയുകയാണ്, ഒരിക്കലുമില്ല, അല്ലാഹുവിലേക്ക് തെറ്റ് ചെയ്യുകയോ സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല. ആ സമയത്തതാ ഇബ്ലീസിനോട് ബർസീസ പറയുന്നു, തെറ്റല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇബ്ലീസ് പറയുന്നു, ഒരു തെറ്റ് ചെയ്യണം.
എന്നിട്ട് അല്ലാഹുവിനോട് പക്ഷാതാപിക്കുമ്പോൾ അല്ലാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ സമയത്ത് ഇബ്ലീസ് പറയുന്നു, ഒന്ന് വ്യഭിചരിക്കണം. ബർസീസ പറയുന്നു കഴിയില്ല. രണ്ടാമത്തതൊരു കൊല ചെയ്യണം. ബർസീസ പറയുന്നു കഴിയില്ല. മൂന്നാമത്തത് കള്ളു കുടിക്കണം. ബർസീസ പറയുന്നു കഴിയില്ല. എന്നാൽ എന്നെ പോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. ഈ വിഷയം ഇബ്ലീസ് പറഞ്ഞപ്പോ ബർസീസക്കാകെ സങ്കടം വന്നു. ബർസീസ തീരുമാനിച്ചു എന്ത് ചെയ്യും. ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരും കാണാത്ത സ്ഥലമുണ്ട്, അവിടുന്ന് കള്ളു കുടിച്ചാൽ മതി. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിലേക്ക് പക്ഷാതാപിച്ച് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള വഴിയാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അതാ കള്ളു കുടിക്കാൻ ബർസീസ തയ്യാറാവുകയാണ്. ആരും കാണാത്ത സ്ഥലത്തേക്ക് ഇബ്ലീസ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു കള്ള് ഷോപ്പിലേക്ക് അങ്ങ് കയറിയപ്പോൾ സുന്ദരിയായൊരു പെണ്ണ് ബർസീസാക്ക് കള്ള് കൊടുക്കുകയാ. ആ കള്ളങ്ങ് വാങ്ങിയപ്പോൾ ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ മഴങ്ങിയിട്ട് ബർസീസ് അവളെ വ്യഭിചരിക്കുന്നു. അവസാനം അതാ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് കടന്നു വരുന്നു. അവർ തമ്മിൽ ശണ്ട കൂടുകയാണ്. കള്ള് ആദ്യം കുടിക്കുകയാണ്, വ്യഭിചാരം നടക്കുകയാണ്. മൂന്നാമത്തത് ശണ്ട കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബർസീസ് അയാളുടെ കഴുത്തിലങ്ങ് പിടിക്കുന്നു. അയാളങ്ങ് മരണപ്പെടുന്നു. അങ്ങനെതാ 3 തെറ്റുകളും സംഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയുന്നു, ഇബ്ലീസ് നമ്മളെ കൂടെയുണ്ട് ചെറുപ്പക്കാരാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇബ്ലീസ് നമ്മളെ കൂടെയുണ്ട്. ഓരോരോ മിനിറ്റുകളും നമ്മളെ കൂടെയുണ്ട്. ഒരു ക്യാമറ പോലെ നമ്മുടെ ജീവിതം പകർത്താൻ, നമ്മൾ വേണ്ടാത്തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ കൂട്ടുകെട്ട് മോശമായി പോവല്ല. പണം തരാൻ ആളുകളുണ്ടാകും, കൊണ്ടുപോകാൻ വാഹനങ്ങളുണ്ടാകും, എല്ലാ നിലയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. ഒരു പാവപ്പെട്ട ഉമ്മ നിസ്കാരപ്പായിലിരുന്നിട്ട് നിനക്ക് വേണ്ടി പൊട്ടിക്കരയുന്നു. അല്ലാ, എൻ്റെ മക്കൾക്കൊന്നും വരരുത്, എൻ്റെ മക്കൾ അപകടത്തിൽ പെടരുത്, എൻ്റെ മക്കൾ നന്നാവണമെന്ന ചിന്തയോടെ പ്രാർത്ഥിക്കുന്ന ഉമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു മക്കൾ നന്നാവാകാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ഇവരെല്ലാം സങ്കടത്തിലാക്കി ഒരു കഞ്ചാവിൻ്റെ പ്രതിയായി ഇനി മാറാൻ പാടില്ല. ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറി ജീവിതം ചിട്ടപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വളർന്നു വരുന്ന 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1ഉം +2ഉം പഠിക്കുന്ന മക്കളെ ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്. അവരുടെ ഫോൺ പരിശോധിക്കണം. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവരുടെ ഫോണുകൾ പരിശോധിക്കണം. അതുപോലെ അവരെ എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു, ക്ലാസ്സിൽ എത്തുന്നുണ്ടോ, ഏത് കടയിൽ നിന്നാണ് അവർ സാധനങ്ങൾ വാങ്ങുന്നത്, അവരുടെ ചങ്ങാതിമാരൊക്കെയാണ്, അവരുടെ മുടിയുടെ കോലം, അവരുടെ ഫാൻറ്റിൻ്റെ കോലം, അവരുടെ വസ്ത്രത്തിൻ്റെ കോലം, അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ രക്ഷിതാക്കളായ നമ്മൾ അന്വേഷിക്കണം. എൻ്റെ കുട്ടി അതൊന്നും ചെയ്യില്ല, എൻ്റെ കുട്ടി ഒരിക്കലും അതിലേക്ക് പോകില്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ചെറിയൊന്ന് കിട്ടി അത് നമ്മളെ മക്കൾ വലിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു പശ വലിച്ച് സുഖം തേടുന്ന ചെറിയ മക്കൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് മാറാനുള്ള വഴി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ മക്കളൊക്കെ നന്നാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ നാബിൽ മുസ്ലിയരോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ആ വാട്സപ്പിലൂടെ.
ഒരുപാട് വിഷമങ്ങളുണ്ട്, ഉസ്താദിനോട് പറയണം. ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് സിഹർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കണ്ണീർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നും അതുപോലെ ഗൾഫിൽ നിന്നും ഉസ്താദിനെ അറിയിച്ചവരുണ്ട്. എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഇത് ആരൊക്കെയാണോ കാണുന്നത് കേൾക്കുന്നത് അവർക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്. ജീവിതം ചിട്ടപ്പെടുത്തി പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ആഖിറം സന്തോഷത്തിലാക്കണം അല്ലാഹ്. പടച്ചവനെ, വളർത്തിയ ഉപ്പ മരണപ്പെട്ടവർ ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നുമ്മ മരണപ്പെട്ടവർ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ്, ഭാര്യ, കുടുംബക്കാര്, ബന്ധുക്കൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, കൂടപ്പിറപ്പുകൾ, മായിച്ചാലും മറന്നാലും മായാത്ത ഓർമ്മയിലുള്ള പലവരും മരണപ്പെട്ട് വിശാലമായ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിലുള്ളവരുണ്ട്. അള്ളാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണമല്ല, അവരുടെ ഖബറിനെ വിശാലമാക്കണമല്ല, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ രോഗികളാക്കി തളർത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ രോഗികളാക്കി തളർത്തല്ലേ അല്ലാ. ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അല്ലാ. ക്യാൻസറും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും സ്ട്രോക്കും ബ്ലോക്കും തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ആയുസ്സും ഇസ്സത്തും നൽകണം അല്ലാ. പടച്ചവനെ, ആഖിറ ജീവിതം വിജയത്തിലാക്കണം അല്ലാ. നരകം ഹറാമാക്കണം അല്ലാ. സ്വർഗത്തിൽ കടന്ന് നിന്റെ ലിഖാഇനെയും ആദരവായ മുത്ത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയെ അവിടുത്തെ തൃക്കല്യാണം കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.